ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 2012 മോഡൽ പ്ലഷർ, ഹീറോ ഹോണ്ടയുടെ പ്ലഷറിന്റെ സ്കൂട്ടറാണ്. ഈ സ്കൂട്ടർ സെക്കൻഡ് ഹാൻഡ് ഞാൻ ഇപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ഈ സ്കൂട്ടർ വാങ്ങിയാൽ നമ്മൾ ഇനി എന്തൊക്കെ ചെയ്യണം എന്നതിനുള്ള നിങ്ങളെ അറിയില്ലാത്തവർ, അതായത് ഇതിനെപ്പറ്റി അറിവില്ലാത്തവർക്ക് ഞാൻ എടുത്ത ഒരു അറിവ് വെച്ച് ഞാൻ നിങ്ങളെ, ഇതിപ്പം എടുത്തുകൊണ്ട് വന്ന വണ്ടിയാണ്. ഈ വണ്ടി എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ഇനി എന്തൊക്കെ ചെയ്യാൻ പോകുന്നു, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി കാണിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ഞാൻ ചെയ്യുന്നതാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളിപ്പോൾ എടുത്ത ഹീറോ ഹോണ്ട പ്രഷർ സ്കൂട്ടർ. അതുകൊണ്ട് ഈ കാണുന്ന ബോഡി ക്വാളിറ്റിക്കാണ് ഉള്ളത്. ബാക്ക് ടയറൊക്കെ നോക്കുകയാണെങ്കിൽ പുതിയ ടയറാണ്, ട്യൂബ്ലെസ് ടയറാണ് ഇട്ടേക്കുന്നത് കേട്ടോ. നമ്മുടെ സുഹൃത്ത് പറഞ്ഞു ബാക്കിൽ ഇപ്പോൾ പുതിയ ടയർ ഇട്ടേക്കുന്ന ട്യൂബ്ലെസ് ടയറാണ്. ഫ്രണ്ട് ടയർ നോക്കുവാണെങ്കിലും ഫ്രണ്ട് ടയറും ഓടാനൊക്കെ ഉണ്ട്. പിന്നെ അതാണ്ട് ബോഡിയൊക്കെ ഈ ഒരു കളറാണ് വരുന്നത്. ബോഡിയൊക്കെ ചെറുതായിട്ട് പെയിന്റ് മങ്ങിയിട്ടുണ്ട്. മങ്ങിയതാണോ ഇനി സർവീസ് ചെയ്യുമ്പോൾ വണ്ടി തിളങ്ങുമോ എന്നൊക്കെ നമുക്കിപ്പോൾ പോയി ചെയ്ത് നോക്കാം. ഇനി അടുത്ത ഘട്ടം വർക്ക്ഷോപ്പിലോട്ട് പോവാണ്. വർക്ക്ഷോപ്പിൽ പോയി ഇതിന്റെ എഞ്ചിനൊക്കെ നോക്കി, എഞ്ചിൻ ഓയിലൊക്കെ മാറ്റണോ. ബാക്കി ആ വർക്ക്ഷോപ്പിലെ മേശിരി ഒന്ന് ഓടിച്ചു നോക്കി. ബ്രേക്കൊക്കെ ഞാൻ നോക്കിയിട്ട് വലിയ കുറവൊന്നുമില്ല. എന്നാലും അദ്ദേഹത്തെ കൊണ്ടൊന്ന് ഓടിച്ച് നോക്കിയിട്ട് ഇനി അദ്ദേഹം എന്തോ പറയുന്നതെന്ന് നമുക്ക് നോക്കി വരാം. ഇപ്പൊ നമ്മൾ നേരെ വർക്ക്ഷോപ്പിലോട്ട് പോവാണ്. സെൽഫ് സ്റ്റാർട്ട് ഇല്ലായിരുന്നു, ഞാൻ കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പിൽ, നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് വർക്ക്ഷോപ്പ്. നമുക്ക് വർക്ക്ഷോപ്പിൽ ഒന്ന് പോയി ഇത് ഒന്ന് കാണിച്ച്, സർവീസൊക്കെ കാണിച്ച് വണ്ടി ഈ കോലമൊക്കെ ഒന്ന് മാറുമെന്ന് നമുക്ക് നോക്കുക. അപ്പോൾ വണ്ടി നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നു. ഈ സീറ്റ് മൊത്തത്തിൽ അഴിച്ചു കേട്ടോ. ഫുള്ള് അഴിച്ചിട്ടാണ് നമ്മൾ ഇതാണ് സർവീസ് ചെയ്യാൻ കൊണ്ടുപോകുന്നത്. ഇനി സർവീസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഇത് കണ്ടോ, ഇത് മൊത്തം പൊടിയാണ്. നമ്മളൊരു വണ്ടി നമ്മൾ പുറം ഭാഗം കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു വണ്ടിയുടെ ഒന്നും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഉള്ള അഴിച്ചപ്പം കണ്ടോ, ഇത് മൊത്തം പൊടിയാണ്. നമ്മൾ സർവീസ് സ്റ്റേഷനിൽ കൊണ്ട് വന്നിരിക്കുകയാണ്. ഇത് ഫുള്ള് സർവീസ് ചെയ്തിട്ട് വേണം. ഇപ്പം താണ്ടെ വാട്ടർ പമ്പൊക്കെ ഉപയോഗിച്ച് പൊടിയൊക്കെ അടിച്ച് വെച്ചിരിക്കുകയാണ്. നല്ല രീതിയിൽ പൊടിയുണ്ട്. ബാക്കി അവർ ആ സമയം കൊണ്ട് ബാക്കി വണ്ടിയുടെ മറ്റ് ഭാഗങ്ങളൊക്കെ അവർ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ നല്ല രീതിയിൽ വാഷിങ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ കാണിച്ച ആ രീതിയിലുള്ള അല്ല ഇപ്പോൾ വണ്ടി ഉള്ളത്. വണ്ടി ഇപ്പം നല്ല രീതിയിൽ നീറ്റായിട്ട് അവർ വൃത്തിയാക്കി തന്നിട്ടുണ്ട്. നേരത്തെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതാണ് ഈ വണ്ടിയുടെ നേരത്തെ കോലം. ഇപ്പോൾ ഈ വണ്ടി സർവീസ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ദാണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി ഈ സീറ്റ് എടുത്ത് വെക്കണം. അതുകൊണ്ട് ഈ വർക്ക്ഷോപ്പ് തൊട്ടടുത്ത് തന്നെയാണ്. അതുകൊണ്ട് ഈ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഓയിലൊന്ന് മാറണം, ബ്രേക്ക് ഷൂ മാറണമെന്നാണ് വർക്ക്ഷോപ്പിലെ മേശിരി പറഞ്ഞത്. ആ വീഡിയോ ഒന്നും നിങ്ങളെ ഞാൻ കാണിക്കുന്നില്ല, വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അതിന് ചിലവായ പൈസ എത്രയാണെന്ന് ഞാൻ പറയാം. മെക്കാനിക്കൽ വർക്കെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ നാട്ടിലെ ഷിജാർക്കയുടെ വർക്ക്ഷോപ്പിലാണ്. ഇപ്പോൾ ഷിജാർക്ക ഇനിയിപ്പോൾ വണ്ടി പോളിഷ് ചെയ്യാനാണ് പോകുന്നത്. ഇപ്പോൾ പോളിഷ് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് നോക്കാം. അപ്പോൾ അതാണ്ട് നമ്മുടെ വണ്ടി പോളിഷൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനായിട്ട് വണ്ടി ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഇത് മാറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ ഓയിൽ മാറ്റി, ഇതിൻ്റെ ഗിയർ ഓയിൽ ഫില്ല് ചെയ്തു. പിന്നെ ആ പെട്രോൾ കേജ് കാണിക്കുന്ന അതിൻ്റെ ഒരു ഇത് കേബിൾ മാറ്റി. ഫ്രണ്ട് മീറ്റർ ഓടുന്നില്ലായിരുന്നു, അതിൻ്റെ ഒരു കേബിൾ മാറ്റി. അപ്പോൾ എല്ലാം കൂടെ ഈ വണ്ടിക്ക് ഇപ്പം എനിക്ക് മൊത്തം ചിലവായെന്ന് വെച്ച് കഴിഞ്ഞാൽ 1800 രൂപ പണിക്കൂലി ഉൾപ്പെടെ. പിന്നെ സർവീസ് ചാർജ്, സർവീസ് ചെയ്തത്, വാട്ടർ സർവീസ് ചെയ്തത് വേറെയാണ്. അതിന് 200 വേറെ സെപ്പറേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനിയൊരു ബാറ്ററിയുടെ കുറവേ ഉള്ളൂ. അത് നമ്മുടെ സുഹൃത്ത് കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിക്ക് എല്ലാ ബാധ്യതയും എല്ലാ പണിയും കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ പേര് മാറ്റണം. പേര് മാറ്റുന്നതിന് 1000 രൂപയാണ് ഒരു നമ്മുടെ ഏജൻറ്റിന് ചോദിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ 1000 രൂപ കൊടുക്കുമ്പോൾ നമ്മുടെ സ്വന്തം പേരിലോട്ടും ആകും. ഇനി വേറെ ഒന്നുമില്ല, വണ്ടി നമ്മൾ പെട്രോൾ അടിക്കുക, ഓടുക. ഇങ്ങനെയാണ് നമ്മൾ അത്യാവശ്യം നല്ലൊരു വണ്ടി നോക്കിയെടുക്കണം. ഒരു അത്യാവശ്യം പേപ്പറൊക്കെ ഉള്ള വണ്ടി വേണം നമ്മൾ നോക്കിയെടുക്കാൻ. ബാക്കി പണികളൊക്കെ നമ്മൾ കുറേശ്ശെ ചെയ്യണം. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു ലൈക്കും സബ്സ്ക്രൈബും തരണേ. അപ്പം എൻ്റെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.